ഹലോ, അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലായിടത്തും മഴയുണ്ടോ? എല്ലാവരും സേഫ് അല്ലേ? ഞാൻ ഗോതമ്പത്തിൻ്റെ പിട്ടാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പത്തിൻ്റെ പിട്ടും ചെറുപയറും പച്ചക്കായെല്ലാം ഇട്ടൊരു പുഴുക്കും തയ്യാറാക്കുക കേട്ടോ. പിട്ട് റെഡിയായതാണ്, ഇനി പുഴുക്ക് റെഡിയാക്കുകയാണ്. കുറച്ച് ചെറുപയർ കഴുകിയിട്ട് അതിലേക്ക് പടവലം കയ്യിലിരിപ്പുണ്ടായിരുന്നു കുറച്ച് ദിവസമായി. അപ്പോൾ അത് വേസ്റ്റ് ആക്കണമെന്ന് വെച്ചാൽ അതും കട്ട് ചെയ്തിട്ട് 2 പച്ചക്കായും 4 പച്ചമുളകും 1 വല്യുള്ളിയും 4 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയെല്ലാം കൂടി ഇട്ടതാണ്. പുഴുക്കാകുമ്പോൾ എല്ലാം കൂടെ നല്ലപോലെ വെന്തടിയുമല്ലോ. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും വേവാനാവശ്യമായ വെള്ളവും ഉപ്പും എല്ലാം ചേർത്ത് കുക്കർ അടച്ച് വെച്ച് 5 വിസിൽ വരുന്നവരെ വേവിച്ചു. അതിന് ശേഷം തേങ്ങ, പെരിഞ്ചീരകവും ചെറിയുള്ളി 1 അല്ലി വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ അരച്ച് അതിലേക്ക് ഒഴിച്ചതാണ് കേട്ടോ. അത് കറിവേപ്പില ഇട്ട് ഇറക്കി വെച്ചിനി നമുക്ക് തൂമിച്ച് വയ്ക്കാം. വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും തൂമിച്ച് വെച്ചതാണ്. വറ്റൽമുളക് കയ്യിലില്ലായിരുന്നു, അതും കൂടി ഇട്ടാൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. പുഴുക്കും പിട്ടും റെഡിയായി. ഇനി ഞാൻ ഇക്കാക്ക് ചായ കൊടുക്കുക കേട്ടോ. വേറെന്തൊക്കെയാണ് വിശേഷം? ഇക്കാക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കറിയാണ് പുഴുക്ക്. ഞാൻ അത് ഇക്കാക്ക് കൊടുത്തു. ഇനി ചീരത്തോരൻ വെക്കുകയാണ്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചീരയിലയും 1 വല്യുള്ളിയും 4 പച്ചമുളകും. എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് 4 ഇട്ടത്. അതും കൂടെ നല്ലപോലെ വഴറ്റി കൊടുക്കണം. അപ്പോഴേക്കും ഞാൻ ദോശ മാവ് വേണ്ടി പുതിർത്തി വെക്കുക കേട്ടോ. ആ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് പച്ചരിയും ആ ഗ്ലാസ്സിൽ ഉഴുന്നും 1 സ്പൂൺ ഉലുവയും ഇട്ട് പുതിർത്തി വെച്ചതാണ് കേട്ടോ. അതിനിപ്പോൾ 5 മണിക്കൂർ പൊതിരണം. അതും കഴിഞ്ഞ് ഇനി ഞാൻ തേങ്ങ ഒന്ന് ഒതുക്കി തോരനിലേക്കിട്ട് തോരൻ റെഡിയായി. ഇനി ഒരു വെജിറ്റബിൾ കറി വെക്കുക കേട്ടോ. ചീരത്തണ്ടൊക്കെ കട്ട് ചെയ്ത് എല്ലാം വെജിറ്റബിളിലേക്ക് ഇട്ടതാണ്. കോവക്ക, ഉരുളക്കിഴങ്ങ്, ചീരൻ്റെ ഇല കട്ട് ചെയ്തിട്ട് അതിൻ്റെ തണ്ടെല്ലാം കൂടി ഇട്ടതാണ്. തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. തേങ്ങ, ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയെല്ലാം ചതച്ചിട്ട് നല്ലപോലെ തേങ്ങ വറുത്തെടുക്കുക. അതിലേക്ക് 3 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ഏലയ്ക്ക, 1 കഷ്ണം പട്ട, 2 ഗ്രാമ്പു എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഇപ്പം വെജിറ്റബിളിലേക്ക് ഞാൻ 2 തക്കാളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം തേങ്ങ വറുക്കുന്നതിൽ ചേർത്തതിനെ കൊണ്ട് ഞാനൊന്നും ഇടുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഇനി വറുത്തരച്ചത് ഞാൻ ആ കറിയിലോട്ട് ഒഴിച്ചു. സാമ്പാറല്ല കേട്ടോ, സാമ്പാർ ഇഷ്ടമല്ല ഇവിടെ ആയിരിക്കും, അതുകൊണ്ട് അങ്ങനെ വെക്കുന്നത്. അതും തൂമിച്ചു കടുകും കറിവേപ്പിലയും വെച്ച്.